റാഷിദിന്റെ നിരപരാധിത്വം മനസ്സിലാക്കിയ കുവൈത്തിലെ സുഹൃത്തുക്കളും സാമൂഹ്യ പ്രവർത്തകരും ചേർന്ന് രൂപീകരിച്ച ജനകീയ സമിതിയാണ് മോചന ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. വക്കീലിന്റെ ഭാഗത്തു നിന്നുണ്ടായ അലംഭാവം മൂലമാണ് അപ്പീൽ കോടതിയിൽ കേസ് പരാജയപ്പെടാൻ കാരണമായതെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന ജനകീയ സമിതി യോഗത്തിൽ ഭൂരിഭാഗം ആളുകളും അഭിപ്രായപ്പെട്ടു. ഇതേ തുടർന്ന് പ്രമുഖനായ മറ്റൊരു അഭിഭാഷകന്റെ സഹായത്തോടെ കേസ് സുപ്രീം കോടതിയുടെ മുന്നിലെത്തിക്കാൻ യോഗം തീരുമാനിച്ചു. അപ്പീലിന് പോകുന്നു, അതിന് ഒരു ഭീമമായ സംഖ്യ ചെലവ് വരും. ആ ചെലവ് ജനകീയ കമ്മിറ്റി പിരിച്ചെടുത്തിട്ട് ആ കേസ് നടത്തിക്കൊണ്ടുപോകാനുള്ള തീരുമാനത്തിലുള്ളത്. അത് ഇൻഷാ അല്ലാഹ് മിക്കവാറും ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട്. ആ പ്രതീക്ഷയോടൊപ്പം ഞങ്ങൾ പോകുന്നത്. 2014 ജൂൺ 25-ന് അവധി കഴിഞ്ഞു വരികയായിരുന്ന റാഷിദിന്റെ ബാഗിൽ നിന്ന് കുവൈത്ത് വിമാനത്താവളത്തിലെ കസ്റ്റംസ് വിഭാഗം നിരോധിത ഗുളികകൾ അടങ്ങിയ പൊതി കണ്ടെത്തിയതാണ് കേസിനാസ്പദമായ സംഭവം. കേസിൽ ക്രിമിനൽ കോടതി 5 വർഷത്തെ തടവും 5000 ദിനാർ പിഴയും വിധിച്ചിരുന്നു. ഈ വിധി അപ്പീൽ കോടതിയും ശരിവെച്ചതോടെയാണ് പരമോന്നത കോടതിയെ സമീപിക്കാൻ ജനകീയ സമിതി തീരുമാനിച്ചിരിക്കുന്നത്. അപ്സര മഹ്മൂദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കുവൈത്തിലെ പ്രമുഖ പ്രവാസി കൂട്ടായ്മകളുടെ പ്രതിനിധികൾ സംബന്ധിച്ചു. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈറ്റ് സിറ്റി.